പ്രിയപ്പെട്ടവരെ, സുഖമാണല്ലോ. വെൽക്കം ടു ഡേ 12 ഓഫ് അവർ ജേർണി. ഒരു കൊച്ചു കഥയിൽ നിന്ന് തുടങ്ങാം. പണ്ട് ഒരു വലിയ വിരുന്ന് നടക്കുകയായിരുന്നു. എല്ലാവരും മുൻനിരയിലുള്ള കസേരകൾക്കായി തല്ലുകൂടി. എന്നാൽ ഒരാൾ മാത്രം ഏറ്റവും പിന്നിൽ പോയിരുന്നു. വിരുന്നുകാരൻ വന്നപ്പോൾ അയാളെ വിളിച്ച് മുൻനിരയിലിരുത്തി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? വിരുന്നുകാരൻ പറഞ്ഞു, താൻ ചെറിയവനാണെന്ന് സമ്മതിക്കാനുള്ള വലിയ മനസ്സാണ് ഇയാളുടെ യോഗ്യത. ഈ വചനത്തിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാം. ഒന്നാമത്തെ കാര്യം, വിനയം കവചമാക്കാം. ചൂസ് ദ ലോവസ്റ്റ് പ്ലേസ്. വിരുന്നിന് പോകുമ്പോൾ മുൻനിരയിൽ ഇരിക്കാൻ ധൃതി കാണിക്കരുത് എന്നാണ് യേശു പറയുന്നത്. ലോകം പറയുന്നത് മുമ്പനാകാൻ ഓടാനാണ്. എന്നാൽ യേശു പറയുന്നത് പിന്നിലാകാൻ പഠിക്കാനാണ്. ഇന്നൊരു തർക്കമുണ്ടാകുമ്പോൾ ഞാൻ ജയിക്കണം എന്ന വാശി മാറ്റിവെച്ച് ഒന്ന് തോറ്റുകൊടുത്തു നോക്കൂ. ടുഡേ ട്രൈ ലൂസിങ് ആൻ ആർഗ്യുമെന്റ് ഗ്രേസ്ഫുള്ളി. ട്രൂ ഗ്രേറ്റ്നസ് ഈസ് ഇൻ ഹ്യൂമിലിറ്റി. രണ്ടാമത്തെ കാര്യം, പകരം കിട്ടാത്ത നന്മ. ഡോണ്ട് സീക്ക് എ റിവാർഡ്. നിങ്ങളെ തിരിച്ചു വിളിക്കാൻ കഴിയുന്നവരെ അല്ല വിരുന്നിന് ക്ഷണിക്കേണ്ടത്, പകരം ഒന്നും തരാനില്ലാത്ത പാവപ്പെട്ടവരെയാണ്. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്യുന്ന നന്മ വെറുമൊരു കച്ചവടമാണ്. ഇന്ന് ഒരാളെ സഹായിക്കുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ചെയ്യാം. ഒരു താങ്ക്സ് പോലും കിട്ടിയില്ലെങ്കിലും സാരമില്ല. ഡു എ ഫേവർ ടുഡേ ഫോർ സമ്മൺ ഹൂ ക്യാൻ നെവർ പേ യു ബാക്ക്. മൂന്നാമത്തെ കാര്യം, സ്വർഗീയ പ്രതിഫലം, ഹെവൻലി റിവാർഡ്. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന കയ്യടിയേക്കാൾ വലുത് ദൈവം നൽകുന്ന അംഗീകാരമാണ്. താഴ്മയുള്ളവനെ ദൈവം ഉയർത്തും. ആളുകൾ കാണാൻ വേണ്ടി മാത്രം നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കാം. ആരും കാണാതെ ചെയ്യുന്ന നന്മയ്ക്കാണ് ദൈവത്തിന് മുമ്പിൽ വില. ഡു ഗുഡ് ഇൻ സീക്രട്ട്, ഗോഡ് സീസ് യുവർ ഹാർട്ട്. 3 കാര്യങ്ങൾ. ഒന്ന്, വിനയപ്പെടാം, ബി ഹംബിൾ. രണ്ടാമത്തെ കാര്യം, പ്രതീക്ഷയില്ലാതെ നൽകാം, ഗീവ് വിത്തൗട്ട് എക്സ്പെക്റ്റേഷൻ. മൂന്നാമത്തെ കാര്യം, ദൈവത്തെ ഭയപ്പെടാം, ഗോഡ് വിൽ എക്സാൾട്ട് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.